ഞാൻ ഏകദേശം MDMA വരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമായി നോക്കുന്നതാണ് MDMA പറയുന്നത്. കാരണം മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കഞ്ചാവ് വലിച്ചാലും ഒരു 50% നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷെ MDMA ഉപയോഗിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞുള്ള ഒരു മാനസിക സ്ഥിതി അതെന്തായിരുന്നു? അതൊന്നും പറയുമ്പോൾ തന്നെ സ്വന്തം അച്ഛനെയും അമ്മയും തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത്. കാരണം അന്ന് എൻ്റെ ഉപ്പാക്ക് നേരെ ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പത്തെ ഒന്ന് വീടാണ്. അന്ന് എൻ്റെ ഉപ്പാക്ക് നേരെ ഞാൻ അക്രമം അയച്ചു വിട്ടതാണ്. കാരണം സ്വന്തം ഉപ്പയാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അന്ന് എനിക്ക്. നമ്മോടൊപ്പം ഉള്ളത് പാലക്കാട് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സ്വാലിഹാണ്. സ്വാലിഹിന് പറയാനുള്ള കഥ എന്ന് പറയുന്നത് അതൊരു അതിജീവനത്തിൻ്റെ കഥയാണ്. അതായത് ഒരു മരണത്തിൻ്റെ പടിവാതിൽക്കുന്നതിൽ പോലും ജീവിതത്തിലേക്ക് തിരികെ വന്ന ഒരു അതിജീവനത്തിൻ്റെ കഥയാണ്. ലഹരിയിൽ നിന്നും മുക്തനായി ഇപ്പോൾ അതിനെതിരെ പോരാടുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഒരു ലഹരിയുടെ ഒരു അടിമ അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടുന്നത്? അന്ന് ഏകദേശം ഒരു 16-15 വയസ്സിലാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 4 വർഷത്തോളം തുടർച്ചയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കൾ ഞങ്ങളൊരു 10-13 പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് തന്നെ ഒരു സാധാരണ സിഗരറ്റിൽ നിന്നൊക്കെ തുടങ്ങി നോർമലായിട്ട് പിന്നെ അതൊരു കഞ്ചാവിലേക്ക് എത്തി. പിന്നെ ഫസ്റ്റ് ഒരു സിഗരറ്റ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വലിക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ കഞ്ചാവ് അതുപോലെ തന്നെ മെല്ലെ മെല്ലെ കണ്ടിട്ട് ഒന്നിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അന്ന് ഞങ്ങൾ തമാശ രൂപത്തിലായിരുന്നു. ജസ്റ്റ് ഒരു സിഗരറ്റ് ഞങ്ങൾ 12 പേര് വലിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു കഞ്ചാവ് 12 പേര് വലിക്കും. അങ്ങനെ ഒരു രൂപത്തിൽ തമാശ രൂപത്തിൽ തന്നെ സുഹൃത്തുക്കൾ മുഖാന്തരം തുടങ്ങിയതാണ്. തുടങ്ങിയിട്ട് ഏത് ലഹരി വരെ ഉപയോഗിച്ചിട്ടുണ്ട്? ഞാൻ ഏകദേശം MDMA വരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമായി നോക്കുന്നതാണ് MDMA പറയുന്നത്. കാരണം മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കഞ്ചാവ് വലിച്ചാലും ഒരു 50% നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷെ MDMA ഉപയോഗിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞുള്ള ഒരു മാനസിക സ്ഥിതി അതെന്തായിരുന്നു? അതൊന്നും പറയുമ്പോൾ തന്നെ സ്വന്തം അച്ഛനെയും അമ്മയും തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത്. കാരണം അന്ന് എൻ്റെ ഉപ്പാക്ക് നേരെ ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പത്തെ ഒന്ന് വീടാണ്. അന്ന് എൻ്റെ ഉപ്പാക്ക് നേരെ ഞാൻ അക്രമം അയച്ചു വിട്ടതാണ്. കാരണം സ്വന്തം ഉപ്പയാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അന്ന് എനിക്ക്. നമുക്കൊരു വയലൻസ് ടെൻഡൻസി വന്നുകൊണ്ടിരിക്കും നല്ല രൂപത്തിലുണ്ടാവും. കാരണം ഞാൻ അന്നിപ്പോൾ ജയിലിൽ കിടക്കുന്ന സമയത്തും ഏകദേശം 12-13 ദിവസത്തിന് ശേഷം ഫസ്റ്റ് റിമാൻഡ് കഴിഞ്ഞിട്ട് ഒരു 13 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വയലൻ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം സെല്ലിലുണ്ടായിരുന്ന പാത്രങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുക, ഭക്ഷണം തന്നിട്ടുള്ള മറ്റേ ബക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ചെറിയ പ്ലേറ്റും കാര്യങ്ങളൊക്കെ തരും. അതുപോലെ ഒക്കെ ഞങ്ങൾ എറിഞ്ഞ് പൊട്ടിച്ച് അതുപോലെ ബക്കറ്റ് തല്ലി പൊട്ടിച്ചു. അവിടെ ഉണ്ടായിരുന്ന പ്രതികൾക്ക് നേരെ വിഷയങ്ങളുണ്ടായി, പോലീസുകാർക്ക് നേരെ ഞങ്ങൾ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൃശ്ശൂർ സ്വദേശിയാണ് ആളെ സൂപ്രണ്ട്, പേര് ഓർമ്മട്ടൊന്നുമില്ല. അദ്ദേഹം മജിസ്ട്രേറ്റുമായിട്ട് സംസാരിച്ച് അതിന് മജിസ്ട്രേറ്റിൻ്റെ ഒരു സ്നേഹം, അതേപോലെ തന്നെ എൻ്റെ അഡ്വക്കേറ്റ് ആഷിം ചെറുപ്പശ്ശേരി അദ്ദേഹത്തിൻ്റെ എൻ്റെ കാരണൂർ ബ്രദേഴ്സിന് അവരുടെ ഒരു സ്നേഹമുണ്ട്. അവരെല്ലാവരും കൂടെ ഒരു കൂട്ടായിട്ടുള്ളൊരു ശ്രമം മാത്രമാണ് എന്നെ കൊണ്ടുവരാൻ കഴിയുന്നത്. ശരിക്കും ഇതിലും മാറാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒന്നാമത് നമ്മുടെ സമൂഹം അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. വയലൻസിലേക്ക് പോകുന്നു പറഞ്ഞു. അത് നമുക്ക് ഈ സമയത്ത് കിട്ടാതാവുമ്പോഴാണ് അത് ഉപയോഗിക്കുമ്പോൾ തന്നെ അങ്ങനെയൊക്കെ തന്നെയാണോ? അല്ല, നമുക്ക് കിട്ടാതാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രശ്നത്തിക്കും. കാരണം ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം എന്നോട് എന്തെങ്കിലും തമാശ രൂപത്തിൽ പറഞ്ഞാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പെട്ടെന്ന് വയലൻ്റ് ആകും. അത് എൻ്റെ മുമ്പിൽ നിങ്ങളാണോ അല്ല എൻ്റെ ബ്രദറാണോ സിസ്റ്ററാണോ, അപ്പോൾ സ്വന്തം ഉമ്മാനെ കൊന്നു അനിയനെ കേട്ടില്ലേ, ഒക്കെ അതിൻ്റെ പേര് തന്നെ. ഞങ്ങൾ കൂടെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അനിയനെ ടിവിയുടെ റിമോട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ സ്വന്തം അനിയനെ തലക്കടിച്ചിട്ട് കൊന്നിട്ട്. ഇത്തരം ഈ വാർത്തകൾ നിരന്തരമായി കേൾക്കുന്നു. അതും വളരെ ചെറിയ കുട്ടികളാണ് ഈ വാർത്തകളിലേക്ക് വരുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇല്ല, ഞാൻ ഇതിന് മുമ്പ് മീഡിയ വണ്ണിൽ ഒരു ചാനലിൽ ഞാൻ സജീദ് അജ്മൽ അതേപോലെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ അതിനായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് മുമ്പ് ഇങ്ങനൊരു വിഷയം ഉണ്ടെന്നും ഇത് എത്രത്തോളം വരുന്നുള്ളത് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞതാണ്. പക്ഷേ അന്ന് ജനങ്ങളാരും അതിന് വല്ലാതെ വില കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സ്വന്തം അച്ഛനും അമ്മയും വീട്ടിലും മകനെ പിടിച്ച് ജീവിക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ എത്തിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമത് ജനങ്ങൾ പുറത്തിറങ്ങി. പക്ഷേ ഇതിൻ്റെ ഒരു ചൂട് എന്ന് പറയുന്നത് ഇങ്ങനെ അടുത്ത് നമ്മുടെ സ്വന്തം മക്കൾക്ക് വരുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം മറ്റേ ആളുടെ മകനല്ലേ അല്ലെങ്കിൽ ആളുടെ മകളല്ലേ എന്നുള്ള ചിന്തയിൽ മിണ്ടാതിരിക്കും. പക്ഷേ സ്വന്തം ചോരയ്ക്ക് അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് ഇത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതും. കാരണം കുട്ടികൾ 8ാം ക്ലാസ് പഠിക്കുന്ന ഞാൻ DID സെൻ്ററും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. ഏകദേശം ഒരു 10-45ഓളം കുട്ടികളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേര് തന്നെ എൻ്റെ വണ്ടിക്ക് നേരെ കല്ലേറും എനിക്ക് നേരെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ നോക്കിയിട്ടല്ല.
പക്ഷേ ഒരാളെങ്കിൽ ഒരാൾ എൻ്റെ ജീവിതം വെച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ഞാൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്കൊരു പ്രായച്ചിത്താകുന്നതിന് ഉപകാരമായിരിക്കും.